ഓണക്കിളിപ്പാട്ടു കേട്ടുണരൂ, ചാരത്തൊരിത്തിരി നേരം വരൂ. ട്രാവ്കപ്പിന്റെ മറ്റൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഓണക്കാലമായി. മലയാളികളുടെ ഏറ്റവും വലിയ ആഘോഷമാണ് ഓണം. അപ്പോൾ ഈ ഓണം കൊറോണയും കോവിഡും കാരണം ഒത്തിരി ലിമിറ്റേഷൻസും റെസ്ട്രിക്ഷൻസും ഉണ്ട്. എന്നിരുന്നാലും വീട്ടിൽ വളരെ ഭംഗിയായിട്ട് ഓണം ആഘോഷിക്കുക. ഞങ്ങളും വീട്ടിലാണ് ഓണം ആഘോഷിക്കുന്നത്. അപ്പോൾ തിരുവോണ ദിവസത്തില് നമ്മൾ പ്രധാനമായിട്ടും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു വിഭവമുണ്ട്, പഴംനുറുക്കും പപ്പടവും. അതാണ് അതിന്റെ കോമ്പിനേഷൻ. അപ്പൊ ഈ പഴംനുറുക്കും ഇലയുടെയും ശർക്കര വരട്ടി ചിപ്സും ഒക്കെയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പ്രധാനമായിട്ട് കഴിക്കുക. കാരണം നമ്മൾ നല്ല ഹെവി ആയിട്ടുള്ളൊരു ലഞ്ചാണ് നമ്മൾ അന്ന് കഴിക്കുന്നത്. അതുകൊണ്ട് ആണ് നമ്മൾ ഈ പഴംനുറുക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ പഴംനുറുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് നിങ്ങളെ പഴംനുറുക്ക് ഉണ്ടാക്കുന്നത് കാണിക്കുന്നത് എൻ്റെ അമ്മയാണ്. പേര് അജിത. നമസ്കാരം. എൻ്റെ സ്ഥലം ഷൊർണൂരാണ്. അവിടെ സാധാരണ ഓണത്തിന് ഞങ്ങൾ രാവിലെ ഉണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് നേന്ത്രപ്പഴം മുറുക്കും പപ്പടവും കഴിക്കുന്നത്. അപ്പോൾ അത് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുവാണ്. അതിന് വേണ്ട സാധനങ്ങൾ: നേന്ത്രപ്പഴം എന്തായാലും വേണം, അതുകൂടാതെ തേങ്ങ, ശർക്കര പാനി, പിന്നെ ചുക്ക്, ജീരകപ്പൊടി. ഇനി ചുക്കും ജീരകപ്പൊടിയും ഇഷ്ടമില്ലാത്തവർക്ക് ഏലക്കപ്പൊടി ഇതിന് പകരമായിട്ട് ഇടാവുന്നതാണ്. അതിൻ്റെ കൂടെ പപ്പടം കൂടി വേണം. നല്ല പഴുത്ത പഴമാണ് ഇതിനായിട്ട് വേണ്ടത്. ആദ്യം തൊലി കളഞ്ഞിട്ട് ഒരു പഴത്തിനെ 3 കഷ്ണമായിട്ട് മുറുക്കി വെള്ളത്തിലിട്ട് വേവിക്കണം. പഴം നന്നായി വെന്ത് കഴിയുമ്പോൾ ശർക്കര പാനി ഒഴിക്കണം. ഒരുപാട് ഒഴിക്കണ്ട, കുറച്ച് ശർക്കര പാനി ഒഴിച്ചാൽ മതി. ഏകദേശം ശർക്കരപ്പാനിയും പഴം കൂടി നല്ലതായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങയും ചുക്കുപൊടിയും ജീരകപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് ഇതിലേക്ക് ഇടാം. അപ്പോൾ ഓണത്തിന് കഴിക്കാനുള്ള ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അത് കഴിക്കാൻ ഉള്ള വിധം ഇപ്പോൾ ഇവർ കാണിച്ചു തരും. ഇത് കഴിക്കുന്ന ഒരു രീതിയുണ്ട്. ആദ്യം നമ്മൾ ഒരു പഴം വെക്കുക, എന്നിട്ട് നമ്മൾ ഈ പഴം നന്നായിട്ട് ഇങ്ങനെ
വെക്കുക. അതിനുശേഷം ഒരു പപ്പടം വെക്കുന്നു. എന്നിട്ട് വീണ്ടും അടുത്തൊരു പഴം വെക്കുക. പ്രസ് ചെയ്യുക. പപ്പടം വെക്കുക. ഇങ്ങനെ നമുക്ക് എത്ര പഴവും പപ്പടവും വേണോ അത്രയും തന്നെ ഉപയോഗിക്കാം. പണ്ടൊക്കെ 10 പഴം 10 പപ്പടം ഒക്കെ കഴിക്കുന്നവരുണ്ട്. എന്നിട്ട് നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി ടേസ്റ്റ് ആണോ? നമ്മൾ ഇത്രയും ശർക്കര ഒഴിച്ചിട്ടും ആ പപ്പടം ഇടുന്നതുകൊണ്ട് നമുക്ക് അത്ര മധുരം ഫീൽ ചെയ്യില്ല. കറക്റ്റാണ്. അതുകൊണ്ടാണ് ആൾക്കാർ പപ്പടം ആഡ് ചെയ്യുന്നത്. ഇത് എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കാരണം നല്ല ടേസ്റ്റ് ആണ്. പഴവും പപ്പടവും കൂടെ ഉള്ള ഒരു കോമ്പിനേഷനും അടിപൊളിയാണ്. അപ്പോൾ ഈ പഴം നുറുക്ക് തിരുവോണ ദിവസം നാളെ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കഴിച്ചിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമന്റ് ബോക്സിൽ ഇടുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഓണാശംസകൾ നേരുന്നു. ഹാപ്പി ഓണം.